സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനം അടിയങ്ങൾക്ക് ഈ പകൽ സമയം അടിയങ്ങൾക്ക് ലഭിപ്പാനും അതടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാനും ദൈവപുത്രന്റെ തിരുനാമം അടിയങ്ങളിൽ മഹത്വപ്പെടേണ്ടതിനും ദൈവമിടയാക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോസ്തലനാകുന്ന പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 4, അതിൻ്റെ 4-ാം അധ്യായം, അതിൻ്റെ 12 മുതൽ 19 വരെയുള്ള വേദഭാഗമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വേദഭാഗം. നമുക്ക് സമയം ഉള്ളതുകൊണ്ട് ആ വേദഭാഗം മുഴുവനായിട്ടൊന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വേദഭാഗം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകിയാൽ നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു ന്യായവും ചെയ്തിട്ടില്ല. ഞാൻ ശരീരത്തിലെ ബലഹീന നിമിത്തം ഒന്നാമത് നിങ്ങളോട് ശുശ്രൂഷ അറിയിപ്പാൻ സന്നദ്ധ വന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്ദ്യ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂർന്നെടുത്ത് എനിക്ക് തരുമായിരുന്നെന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് പുറത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കത്രേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ക്രിസ്തു നിങ്ങളിൽ ഒഴിവാക്കുമ്പോൾ ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. മതിയോ. സ്തോത്രം. നമുക്ക് ഇതിന്റെ പശ്ചാത്തലം അറിയാവുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ അല്ലാത്തവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരു വാക്കിലൊന്ന് പറഞ്ഞു മുൻപോട്ട് പോകട്ടെ. ഗലാത്യയിൽ ഉള്ളതാകുന്ന പ്രത്യേക സാഹചര്യത്തോടുള്ള ബന്ധത്തിലാണ് ഈ ലേഖനം എഴുതിയത്. യേശുക്രിസ്തുവിൽ കൂടെ ഉള്ളതാകുന്ന, യേശുക്രിസ്തുവിൽ മാത്രമുള്ളതാകുന്ന, യേശുവിൽ വിശ്വസിച്ച് കൃപയാൽ ഉള്ളതാകുന്ന രക്ഷയെക്കുറിച്ച് പൗലോസ് പഠിപ്പിച്ചു. എന്നാൽ യഹൂദ മതത്തിൽ നിന്നും വന്ന ചിലര് ഗലാത്യ ദേശങ്ങളിൽ കടന്നു വന്ന് പഠിപ്പിച്ചു യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ, സംശയമില്ല. പക്ഷെങ്കിൽ യേശുക്രിസ്തു തുടങ്ങി വെച്ച കാര്യം മോശയുടെ സഹായത്തോടുകൂടെ പൂർത്തീകരിക്കണം. അതായിരുന്നു അവരുടെ പഠിപ്പിക്കൽ. എന്ന് പറഞ്ഞാൽ യേശുവിൽ കൂടെ ഉള്ളതാകുന്ന രക്ഷ വിശ്വാസത്താല, അതിന് സംശയമില്ല. പക്ഷെങ്കിൽ അതിന്റെ സമ്പൂർണത വരുന്നത് മോശ കൽപ്പിച്ചു തന്ന ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ്. മറ്റേത് വിശ്വാസത്താൽ കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം സുവിശേഷം പഠിപ്പിച്ചപ്പോൾ, അപ്പോസ്തലനാകുന്ന പൗലോസ് പഠിപ്പിച്ചപ്പോൾ അവർ വന്ന് പറഞ്ഞു, ഓക്കെ, അത് ശരി തന്നെ, പക്ഷെങ്കിൽ അത് മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തിയൂടെ അതിനകത്ത് കൂട്ടിക്കലർത്തിയാലേ രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. ആ ഒരു പ്രത്യേക പശ്ചാത്തലമാണ്. അതാണ് ആത്മാവ് കൊണ്ട് തുടങ്ങി ജഡം കൊണ്ട് സമാപിക്കുന്നുവോ അതുപോലെ നിങ്ങൾ നന്നായി ഓടിയിരുന്നു എന്നൊക്കെ അവരെ കുറിച്ച് പറയുന്നത്. തുടക്കം നല്ലതായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ പ്രയത്നങ്ങൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയിൽ, ദൈവത്തിന്റെ മാത്രം കൃപയിൽ വിശ്വാസത്താൽ സംഭവിക്കേണ്ടതിന് മനുഷ്യന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ വന്നത് അവിടെ ഉണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സ്തോത്രം. ഇവിടെ അതാണ് അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് അവിടെ വിവക്ഷിക്കുന്നത്. അവരെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് അവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ എന്ന് പറയുന്നു, ഞാനെന്ന് പറയുന്നു. സ്തോത്രം. ഈ 4-ാമത്തെ അധ്യായം വരെ, അല്ലെങ്കിൽ 3 അധ്യായങ്ങൾ പൗലോസ് വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പല നിലകളിൽ പഴയ നിയമ തിരുവഴുത്തുകളുടെയും യഹൂദന്മാരുടെ പിതാവെന്ന് അവരഭിമാനിക്കുന്ന, ജഡപ്രകാരം അവരുടെ പിതാവെന്ന് അഭിമാനിക്കുന്ന അബ്രഹാമിനെയും അവരുടെ ഏറ്റവും വലിയ നടത്തിപ്പുകാരനായിരുന്ന മോശയെയും ഒക്കെ സാക്ഷ്യം വെച്ച് അവരിൽ നിന്നും തെളിയിച്ചു
ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവരെല്ലാം പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ചായിരുന്നെന്ന് താൻ തെളിയിച്ചു. വളരെ വളരെ ശക്തമായി, യുക്തിസഹമായി, യാതൊരു സംശയത്തിനും ഇട കൊടുക്കാത്ത നിലയിൽ വിശദമായി താൻ സംസാരിച്ചു. ആസ് എ സ്കോളർ, ആസ് ആൻ ഇന്റലക്ച്വൽ ജയന്റ്, as a theologian, as a defender of the faith, വിശ്വാസത്തിന്റെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു നല്ല ഉപദേഷ്ടാവെന്ന നിലയിൽ, ജ്ഞാനി എന്ന നിലയിൽ പൗലോസ് ഈ കാര്യങ്ങൾ 3 അധ്യായങ്ങളിൽ കൂടെ പറഞ്ഞു. അത് മാത്രമല്ല, തന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ താൻ ആ കാര്യം പറഞ്ഞു. എന്നാൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പൗലോസിനെ കാണുന്നത് ഒരു തിയോളജിയനായിട്ടല്ല, ഒരു ഉപദേഷ്ടാവായിട്ടല്ല, ഒരു വലിയ പണ്ഡിതനായിട്ടല്ല, നേരെ മറിച്ച് ഒരു നല്ല പാസ്റ്ററായിട്ട്, ഒരു നല്ല ഇടയനായിട്ട്, തൻ്റെ ജനത്തെ അടുത്തറിയുന്ന, അവരോട് കരുതലുള്ള, സ്നേഹമുള്ള, അവരുടെ സമക്ഷത്ത് വളരെ താഴ്മയുള്ള ഒരു നല്ല സ്നേഹിതൻ എന്ന നിലയിൽ ഈ വിശുദ്ധന്മാരെ താൻ അഭിസംബോധന ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ വേദഭാഗം തുടങ്ങുന്നത് തന്നെ സഹോദരന്മാരെ എന്നുള്ള അഭിസംബോധനയാലാണ്. ഒരു അപ്പോസ്തോലൻ എന്ന പദവിയിലുള്ളതാകുന്ന സംബോധനയല്ല. അവരോടൊരുമിച്ച് അവരുടെ നിലയിലേക്ക് താണു ചെന്ന് സഹോദരന്മാരെ എന്ന് പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്ത്, അവരെ മനസ്സിലാക്കി അവരോട് താൻ സംസാരിക്കുവാൻ തുടങ്ങിയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വേദഭാഗത്ത് അവിടെ ഉള്ളതാകുന്ന വിശുദ്ധന്മാരെ കുറിച്ച് തനിക്കുള്ളതാകുന്ന താല്പര്യങ്ങൾ ഈ വേദഭാഗത്ത് വളരെ വ്യക്തമായിട്ട് താൻ പറയുന്നു. തൻ്റെ താല്പര്യങ്ങൾ തൻ്റെ സ്ഥാപിതമാകുന്ന അല്ലെങ്കിൽ അൾട്ടീരിയർ ആയിട്ടുള്ള യാതൊരു ഉദ്ദേശങ്ങളിൽ കൂടെയല്ല, നേരെ മറിച്ച് തനിക്ക് വളരെ വ്യക്തമായും നിർമ്മലമായും വളരെ സംശുദ്ധമായിട്ടും അവരുടെ നന്മയെ മാത്രം പ്രതീക്ഷിച്ചുള്ള താല്പര്യങ്ങൾ തനിക്കുണ്ടെന്ന് തൻ്റെ ഹൃദയത്തിൽ നിന്ന് താൻ അവരോട് പറയുകയാണ്. ഈ വേദഭാഗത്ത് പ്രധാനമായിട്ട് ആ ചിന്തയാണ് ഈ അപ്പോസ്തോലൻ പറയുന്നത്. തൻ്റെ ഹൃദയത്തിൽ ആ വിശുദ്ധന്മാരെ കുറിച്ച് തനിക്കുള്ള താല്പര്യം, അവരെ കുറിച്ചുള്ള വാഞ്ച, അവർ കർത്താവിൽ ആനന്ദിക്കണമെന്നും കർത്താവിനെ രുചിച്ചറിയണമെന്നും കർത്താവിൽ വളരണമെന്നും കർത്താവിൻ്റെ വകയായി കർത്താവ് അവരുടെ എല്ലാമായിട്ട് തീരണമെന്നും ഒക്കെയുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള തൻ്റെ ആഗ്രഹം, ആ സ്നേഹിതന്മാരെന്ന നിലയിൽ അവർക്ക് വേണ്ടിയുള്ള തൻ്റെ ആ താല്പര്യങ്ങളാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ തനിക്ക് അവരെക്കുറിച്ചുള്ള താല്പര്യങ്ങളെക്കുറിച്ചും ആഗ്രഹത്തെക്കുറിച്ചും വാഞ്ചയെക്കുറിച്ച് പറയുമ്പോൾ ദുരുപദേഷ്ടാക്കന്മാരായിട്ട് അവരെ തെറ്റിച്ച് കളയുന്നവർ അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യവും ഈ വേദഭാഗത്ത് താൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് തന്നെ, വാസ്തവമായിട്ടുള്ള സുവിശേഷത്തിന്റെ സവിശേഷത എന്തെന്നുള്ളത് ഈ വേദഭാഗത്ത് നമുക്ക് പിന്നെയും കാണുവാൻ കഴിയുന്നുണ്ട്. ഈ നമ്മൾ വായിച്ചതാകുന്ന തിരുവചന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ 12-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവുമാണ് അതിന്റെ പ്രധാന സന്ദേശം നൽകുന്നത്. ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്കി എല്ലാ വേദഭാഗവും, അവിടെയുള്ള ബാക്കിയുള്ള വേദഭാഗം നിലനിൽക്കുന്നത്. ആ 2 വേദഭാഗങ്ങൾ എന്താണ്? നമ്മൾ ഓടിച്ചു വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല, അല്പം വിശദീകരണം ആവശ്യമാണ്. അതുകൊണ്ട് അത് അല്പമായി നമ്മൾ വിശദീകരിച്ച് മുൻപോട്ട് പോകും. 1, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകിയാൽ നിങ്ങളും എന്നെ പോലെയാകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒന്നാമത്തെ തനിക്ക് അവരെ കുറിച്ചുള്ള താല്പര്യം, ആ വിശുദ്ധന്മാരെല്ലാം തന്നെ പോലെ ആകണം. എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? നിശ്ചയമായിട്ടും പൗലോസ് അർത്ഥമാക്കുന്നത് എന്തെന്നുള്ളത് പല വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പിന്നീട് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫിലിപ്പിയർ 1:21. ഈ ലേഖനത്തിൽ തന്നെ അതിന്റെ 2:20 താൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും, നിങ്ങൾ എന്നെ പോലെയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ആസ് ഐ ആം
so possessed with Christ, just as I am so satisfied in Christ. I don't need anything else. Christ is enough for me. Just as I enjoy Christ, be like me. ഞാൻ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നത് പോലെ, ക്രിസ്തു എൻ്റെ എല്ലാം ആയിരിക്കുന്നത് പോലെ, ക്രിസ്തു എൻ്റെ സകലവും. ആൻഡ് ഹി ഫിൽസ് മൈ ഹോൾ ഹൊറൈസൺ. എൻ്റെ ചക്രവാളം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവാ. ക്രിസ്തു അല്ലാതെ ഞാൻ ഒന്നും കാണുന്നില്ല. ക്രിസ്തുവിലെ വിശ്വാസത്താൽ, കൃപയാല ഞാൻ ദൈവമകനായി തീർന്നത്. അതുപോലെ തന്നെ എനിക്ക് കർത്താവിനെ അറിയാൻ കഴിഞ്ഞതുപോലെയും ഞാൻ ക്രിസ്തുവിൽ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ നിങ്ങളുമാകുവീൻ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. 2, അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പൗലോസ് പറയുന്നത് എന്നറിയാമോ? That Christ may be formed in you. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. നോക്കിയേ, പൗലോസിന്റെ താല്പര്യം എന്താ? പൗലോസിന്റെ താല്പര്യം ക്രൈസ്റ്റ് സെന്റേർഡാ. പൗലോസ് ഇത് എഴുതിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ താല്പര്യം എന്താ? ഇന്ന് ജീവിക്കുന്ന നമ്മെ കുറിച്ച് നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതമാകണമെന്ന്. അതിൽ കുറഞ്ഞ ഒരു താല്പര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇത് കുറഞ്ഞ ഒരു താല്പര്യം ദൈവത്തിന് തൻ്റെ സഭയെ കുറിച്ചില്ല. ബാക്കിയുള്ളതെല്ലാം ചവറാണ്. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ആകട്ടെ, ഞാൻ ആ വിഷയം വിശദീകരിക്കുന്നതിന് മുൻപ് എനിക്ക് ഇന്ന് ധാരാളം സമയമുണ്ട്. സന്തോഷം. കൃത്യസമയത്ത് തന്നെ നമ്മൾ നിർത്തും. പൗലോസിന് തൻ്റെ സുവിശേഷത്തെ കുറിച്ചുള്ളതാകുന്ന ആ കാഴ്ചപ്പാട് എന്താണെന്ന് ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് തൻ്റെ ഐഡിയ ഒന്നുമല്ല. ഒന്നാമത്, റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 5 വരെ ഒന്ന് വായിച്ചേ. ഞാൻ അധികം വിശദീകരിക്കത്തില്ല, എന്നാൽ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോവാം. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 5 വരെ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ. ആ വേദഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അങ്ങ് വായിച്ചു, എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. ഒന്ന് വായിച്ചു ജോമോൻ. ഓക്കെ, അത്രയും മതിയാകും തൽക്കാലം. സുവിശേഷം എന്നതിന്റെ ഒരു നിർവചനമാണ് അവിടെ കൊടുത്തേക്കുന്നത്. എന്താ സുവിശേഷം? 1, ഇതെന്റെ ഐഡിയ അല്ല, എന്റെ ഫിലോസഫി അല്ല. പിന്നെ ഇതാരുടെ ഐഡിയയാ? ഇത് ദൈവത്തിന്റെ ഐഡിയയാ. മനസ്സിലാക്കണേ. സുവിശേഷം എന്നുള്ളത് പൗലോസിന്റെ ഐഡിയ, ആശയമല്ല, ദൈവത്തിന്റെ ആശയമാണ്. ഒന്നാമത് അത് മനസ്സിലാക്കുക. 2, ഈ ആശയം, ഈ സുവിശേഷത്തിന് തിരുവചനത്തിന്റെ, തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിൽക്കുന്നത്. എന്ത്? തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3, ഈ സുവിശേഷത്തിന്റെ ഫോക്കസ് എന്താ? കൂടുതൽ കാലം ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ, അതാണോ ഇതിന്റെ ഫോക്കസ്? അല്ല. ഫോക്കസ് എന്താ? ശ്രദ്ധിച്ചേ. തന്റെ പ്രവാചകൻ മുഖാന്തരം തിരുവെഴുത്തുകളിൽ വാഗ്ദത്തം ചെയ്തു. അതിന്റെ സകല ഫോക്കസും യേശു ക്രിസ്തുവാ ഫോക്കസ്. കണ്ടോ? ഫോക്കസ് ആരാ? ക്രിസ്തുവാ ഫോക്കസ്. യേശു ക്രിസ്തുവും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാത്തത് സുവിശേഷമല്ല. അവിടെ സമ്പത്ത് പ്രസംഗിച്ചാലും, അവിടെ രോഗസൗഖ്യം പ്രസംഗിച്ചാലും, അവിടെ വിടുതൽ പ്രസംഗിച്ചാലും, അവിടെ അന്നദാനം പ്രസംഗിച്ചാലും അത് സുവിശേഷമല്ല. അങ്ങനെ പ്രസംഗിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ രാജ്യത്തുണ്ട്. അതാ സുവിശേഷമെങ്കിൽ പുട്ടവർത്തിയിലേത് സുവിശേഷമാ? അതാ സുവിശേഷമെങ്കിൽ ആന്ധ്രയിൽ വേറൊരു സ്ഥലമുണ്ടല്ലോ, ബാലാജിയുടെ സ്ഥലം, ഞാൻ ആ സ്ഥലപ്പേര് മറന്നുപോയി.
റെയിനികുണ്ടയ്ക്കടുത്ത് തിരുപ്പതി അത് സുവിശേഷമാ. അന്നദാനം കൊടുക്കുന്നത് ആ സുവിശേഷമെങ്കിൽ നാസിക്കിൽ ശിരടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതാ ഏറ്റവും വലിയ സുവിശേഷം. അല്ല, അതിനേക്കാളൊക്കെ എത്രയോ മെച്ചമായി ഈ കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ക്രിസ്തീയ സംഘടനകളുണ്ട്. ജാതി മത ഭേദമന്യേ ഇതെല്ലാം ചെയ്യുന്നവരുണ്ടല്ലോ. അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ സകല ഫോക്കസും യേശുവാണ്. സുവിശേഷത്തിന്റെ സകല ഫോക്കസും അതിന്റെ സകല കേന്ദ്ര ബിന്ദുവും യേശുവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാ. ജീവനു രക്ഷ തരുവാൻ, നിത്യജീവൻ തരുവാൻ വേറെ ആർക്കും കഴിയത്തില്ല. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ സുവിശേഷത്തിന്റെ ഫോക്കസ് ക്രിസ്തുവാണ്. ഇതാ സുവിശേഷം. പ്രിയമുള്ളവരെ, ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, സുവിശേഷം എന്ന് പറയുന്നത് ഇവിടെയുള്ള യഹൂദ മതാനുസാരികൾ, ഗലാത്യയിലുള്ള ആ ജൂഡൈസേഴ്സ് പഠിപ്പിച്ചതുപോലെ ചില ആചാര ക്രമങ്ങൾ ചെയ്തു തീർക്കുന്ന ഒന്നല്ല ക്രിസ്തീയ ജീവിതം. പിന്നെയോ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്, ലോർഡ്ഷിപ്പിന് നമ്മെ സമ്പൂർണമായി സമർപ്പിക്കുകയും ക്രിസ്തുവിൽ നാം സമ്പൂർണ്ണ തൃപ്തിയുള്ളവരാകുകയും ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും ഉരുവായി വരികയും ചെയ്യുന്നതാണ് ക്രിസ്തുമാർഗം. ഇത് കുറഞ്ഞ ഒന്നും ക്രിസ്തുമാർഗം അല്ല. ഇത് കുറഞ്ഞ ഒന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ക്രിസ്തുമാർഗം എന്ത്? ക്രിസ്തീയ ജീവിതം എന്ത്? സുവിശേഷം എന്ത്? ഇത് വളരെ വ്യക്തതയോടെ റോമാലേഖനം ആ 1-ാം അധ്യായം നമ്മൾ ആ 1 മുതൽ 6 വരെ നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തതയോടെ ഗ്രഹിക്കാൻ കഴിയും. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല, ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ പൗലോസ് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ പറയുന്നു. 1, നിങ്ങൾ എന്നെ പോലെയാകണം. 2, ക്രിസ്തു നിങ്ങളിൽ ഉരുവായി വരണം. ക്രിസ്തു നിങ്ങളിൽ ഉരുവായി വരണം. രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ട്രൂ ഗോസ്പലും ഫോൾസ് ഗോസ്പലും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. സത്യ സുവിശേഷത്തിന്റെ സവിശേഷത എന്നാ? സത്യ സുവിശേഷത്തിന്റെ സവിശേഷത, ഈ സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. ഈ സുവിശേഷം ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുകയും ദൈവഹിതപ്രകാരം ആ വ്യക്തിയെ രൂപപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല, സുവിശേഷം എന്നുള്ളത് ആ വ്യക്തിക്ക് പിന്നീട് കർത്താവ് എനിക്ക് എന്തേലും ചെയ്തു തരുമോ, എന്തിനേറെ സ്വർഗം പോലുമല്ല അവന്റെ ലക്ഷ്യം, ക്രിസ്തു ആയിരിക്കും അവന്റെ ലക്ഷ്യം. ഞാൻ ഒന്നുകൂടെ പറയാം. കർത്താവ് എന്തെങ്കിലും ചെയ്യുമോ? ഈ പറയുന്ന വാക്കുകളൊക്കെ ഭയങ്കര അതിശയത്തോടാ പലരും കേൾക്കുന്നു. എന്നായി പറയുന്നേ? വചനം പഠിപ്പിക്കുന്നത് എന്നറിയാമോ? സ്വർഗത്തെക്കാളും ഉന്നതനായവനാ നമ്മുടെ കർത്താവ് എന്നാ വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം കർത്താവാ. ഇതൊരിക്കലും മറന്നു പോകരുത്. കർത്താവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ആ സുവിശേഷത്തിൽ ഇൻബിൽറ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. ആ സുവിശേഷം എന്റെ ജീവിതത്തെ മാറ്റപ്പെടുത്തുന്നു. എനിക്ക് കർത്താവ് സകലവുമാകുന്നു. മാത്രമല്ല, ഈ സുവിശേഷം ക്രിസ്തു എന്നിൽ ജഡമെടുക്കുന്നത് പോലെ എന്നിൽ ഉരുവായി
ആയി വരുന്നു. സുവിശേഷം, the whole being will be changed by the power of the gospel. If that is not happening, then that it is no gospel at all. അത് സംഭവിക്കുന്നില്ലെങ്കിൽ ബാക്കിയൊന്നും സുവിശേഷമല്ല. പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? നമുക്കത് ശ്രദ്ധിക്കാം. അപ്പോൾ അതേസമയം ഈ ജൂഡയേഴ്സേഴ്സ് അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാർ അവിടെ വന്ന് അവരെന്നാ പറയുന്നത്? അവർ പറയുക, നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം. കാറ്ററിങ് ടു അവർ പ്രൈഡ് കൂട്ടുകയാ. ഇതാ ഇന്ന് പലയിടത്തും സംഭവിക്കുന്ന. പല കാര്യങ്ങളും ചെയ്തേച്ചുണ്ടല്ലോ, നമുക്കങ്ങ് അഹങ്കാരം കൂടുകയാ. നമ്മൾ ചെയ്ത് നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഭാവം. എന്നാൽ സുവിശേഷം അങ്ങനല്ല. നമ്മളിപ്പോ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? വെറും കൈയായി ഞാനങ്ങ് ക്രൂശിൽ മാത്രം നമ്പുന്നു, നഗ്നൻ ഞാൻ നിൻ വസ്ത്രം താ, ഹീനൻ ഞാൻ നിൻ കൃപതാ, മ്ലേച്ഛനായി വരുന്നിതാ സ്വച്ഛനാക്കുരക്ഷക. Gospel is so humbling. ഇല്ലേ? മനുഷ്യൻ ജന്മന അവൻ അഹങ്കാരിയ. അവന് തന്നെ ചെയ്തെടുക്കാമെന്നുള്ള ചിന്തയാ ഉള്ളത്. എന്നാൽ സുവിശേഷം എന്നുള്ളത് ഇൻ ഇറ്റ് സെൽഫ് സോ ഹംബ്ലിങ്. വെറും കൈയായിട്ട് ഞാൻ വരിക, ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും പുകഴാനില്ല, ഒന്നും പ്രശംസിപ്പാനില്ല. ഞാൻ ആയിരിക്കുന്നത് പോലെ വരുന്നു. ഇതാണ് സത്യസുവിശേഷത്തിന്റെ സവിശേഷത. മാത്രമല്ല പൗലോസ്ലീഹ പറയുന്നത്, ഈ സുവിശേഷം വേറെ ആരെ കുറിച്ചുമല്ല, തന്നെ കുറിച്ചുമല്ല. തനിക്ക് അവരുടെ ഇടയിൽ ആളാകാനുമല്ല. ഒറ്റ താല്പര്യമുള്ളൂ, ക്രിസ്തു നിങ്ങളിൽ ഉരുവായി വരണം. വളരെ അനുഗ്രഹീതമാകുന്ന ശുശ്രൂഷ അനേക വർഷങ്ങൾ താൻ ചെയ്തു. സുവിശേഷം പ്രസംഗിച്ചു, അടയാളങ്ങൾ സംഭവിച്ചു, മരിച്ചവർ ഉയർത്തു, ഇതെല്ലാം സംഭവിച്ചു. പക്ഷെങ്കിൽ ഇതിനെക്കുറിച്ച് താൻ പറയുന്ന, തൻ്റെ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന വിശദീകരണം എന്താ? 1-2 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പല വാക്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 15:10 അതിൻ്റെ 2ാം ഭാഗം, റോമാലേഖനം 15:18, 1 കൊരിന്ത്യർ 15:10 അതിൻ്റെ 2nd പാർട്ട്, റോമൻസ് ചാപ്റ്റർ 15 and verse 18. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു, പക്ഷെങ്കിൽ എന്നാൽ ഞാനല്ല അധ്വാനിച്ചത്. പിന്നെ ആരാ? ദൈവകൃപ. നോക്കിക്കേ, അനേക വർഷങ്ങൾ തന്നിൽ കൂടെ, അല്ലെങ്കിൽ തനിക്ക് വേണേ പറയാൻ കഴിയുമായിരുന്നു ഞാൻ ചെന്നപ്പോൾ അതൊക്കെ സംഭവിച്ചെന്ന്. നോ, ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപ. 15:10 18 റോമാലേഖനം, പെട്ടെന്ന് വായിക്കാം. നോക്കുക, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് പ്രവൃത്തിയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളുടെയും അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ. ആ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാ പറയുന്നത്. ഇതല്ലാതെ വേറെ ഒരു വാക്ക് പറയാൻ ഞാൻ എന്ത് ചെയ്യല, തുനിയത്തില്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മീ ബട്ട് അബൌട്ട് ക്രൈസ്റ്റ്. എന്നെ കുറിച്ചല്ലിത്, ക്രിസ്തുവിനെ കുറിച്ചാ. മനസ്സിലായോ? ഇതാ സുവിശേഷത്തിന്റെ കാതൽ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കുറിച്ച്. ആകട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. 1-ാമത്തെ വിഷയം 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നെ പോലെ നിങ്ങൾ ആകണം. പ്രിയമുള്ളവരെ, താൻ കർത്താവിൽ താൻ ആശ്രയിക്കുന്നത് പോലെ, താൻ കർത്താവിൽ ചാരുന്നത് പോലെ, പൗലോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് എപ്പോഴും പറയാനുള്ളൂ. പൗലോസേ, നിന്റെ ന്യായപ്രമാണത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടില്ലേ? ന്യായപ്രമാണത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ.
പൗലോസ് പറയുമുണ്ട്. ന്യായപ്രമാണത്തിൽ പെസഹ കുഞ്ഞാടുണ്ട്, ന്യായപ്രമാണത്തിൽ പുളിപ്പില്ലാത്ത ഉത്സവമുണ്ട്, ന്യായപ്രമാണത്തിൽ ഒത്തിരി ഉത്സവമുണ്ട്. എന്നാൽ ആകത്തുകയായിട്ട് പൗലോസ് പറയും, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. പൗലോസിനോട് ചോദിച്ചാൽ പറയും ക്രിസ്തു. പൗലോസിനോട് ചോദിക്കേ, നീ വലിയ പണ്ഡിതനല്ലേ, നിനക്ക് വലിയ പാരമ്പര്യമില്ലേ, നിനക്ക് വലിയ വിദ്യാഭ്യാസമില്ലേ? യെസ് എല്ലാം ഉണ്ട്. ബെന്യാമീൻ ഗോത്രക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, പരീശനാണ്. സീൽ അങ്ങോട്ട് മൂത്തപ്പോൾ, ആ എരിവ് മൂത്തപ്പം ഈ മാർഗക്കാരെ കൊന്നൊടുക്കിയവനാണ്. എന്നാൽ താഴോട്ട് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു വരുമ്പോൾ, ഇതെല്ലാം ചവറ് എന്ന് ഞാൻ എണ്ണുന്നു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ക്രിസ്തു. പൗലോസ് ഗലാത്യയിലുള്ളവരോട് പറയുക, എന്നെ പോലെ നിങ്ങൾ ആകണമെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇതാർത്ഥം. എനിക്ക് ക്രിസ്തുവാ വലുത്, എനിക്കെല്ലാം ക്രിസ്തുവാണ്. ഐ ആം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ജീസസ്. നമ്മുടെ ജീവിതം കണ്ടാൽ അവിശ്വാസികൾക്ക് ഇത് തോന്നുമോ? ഹി ഓർ ഷീ, അവള്, അവൻ, കർത്താവിൽ അവൻ വളരെ സാറ്റിസ്ഫൈഡ്. അയ്യോ, എനിക്കൂടെ അനുഭവം ഉണ്ടായിരുന്നെങ്കിലെന്ന് മറ്റുള്ളവർ ചിന്തിക്കത്തക്കതാണ് ക്രിസ്തീയ ജീവിതം. മനസ്സിലായോ? ക്രിസ്തു. പൗലോസ് പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാ, മരിക്കുന്നത് എനിക്ക് ലാഭമാ. ക്രിസ്തു. പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും എടുത്തു നോക്ക്, തനിക്ക് ഒരു തീമേ ഉള്ളൂ. ഇറ്റ് ഈസ് അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തു. ഒരു ശക്തനാകുന്ന റോമ ഭരണാധികാരിയുടെ മുന്നിൽ വിസ്താരത്തിനായി തന്നെ കൊണ്ടുവന്നു. അധികാരവും വലിയ ജ്ഞാനവും നിയമ പാണ്ഡിത്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സഭയ്ക്ക് മുൻപിൽ പൗലോസ് നിൽക്കുകയാ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം, അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന് ധൈര്യത്തോടെ താൻ പറയുമ്പം ആ രാജാവ് പറയുക, പൗലോസേ, പോൾ, യുവർ ഗ്രേറ്റ് ലേണിംഗ് ഈസ് ഡ്രൈവിംഗ് യു ഇൻസെയിൻ. നിന്റെ വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തുണ്ടെന്ന് ആ രാജാവ് പറയുക. ഉടനെ പൗലോസിന്റെ മറുപടി, രാജാവേ, അങ്ങനെയൊന്നുമില്ല എനിക്ക്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 29-ാം വാക്യമാണ്, ഈ ചങ്ങല ഒഴികെ ഇന്ന് ഇവിടെയുള്ളവരെല്ലാം എന്നെ പോലെ ആകണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്റെ പ്രിയരെ, ഈ താല്പര്യം നമുക്കുണ്ടോ? എന്നെ പോലെ മറ്റുള്ളവരാകണം. എൻ്റെ കുഞ്ഞ്, എൻ്റെ തലമുറ, എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ക്രിസ്തുവിൽ എത്ര സാറ്റിസ്ഫൈഡ് ആണോ, ഞാൻ കർത്താവിൽ എത്ര ആനന്ദിക്കുന്നുവോ, ഞാൻ കർത്താവ് എനിക്ക് എന്തെല്ലാം ആകുന്നുവോ അതുപോലെ മറ്റുള്ളവരുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മീ ബട്ട് ക്രൈസ്റ്റ്. നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകണമെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥമതാ. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആനന്ദം, നമ്മുടെ കൂടെ അടുത്തിടപഴകുന്നവർക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമ്മുടെ കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് അങ്ങനെ ചിന്തിക്കത്തക്കതുപോലെ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവീൻ. നമ്മൾ ഇന്ന് സൗകര്യപൂർവ്വം പറയുന്നത് എന്നറിയോ? ഓ, അവരെ ഇവരെ ഒന്നും നോക്കണ്ട, എന്നെ നോക്കണ്ട, കർത്താവിനെ അങ്ങ് നോക്കിയാൽ മതി. ശരിയാ, അത് പറഞ്ഞേ പറ്റുള്ളൂ.
എന്നാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ കഴിയണം, ഞാൻ കർത്താവിനെ അറിഞ്ഞതുപോലെ, ഞാൻ കർത്താവിനെ രുചിച്ചറിയുന്നത് പോലെ, ഞാൻ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ അവിടുത്തെ മാധുര്യം അനുഭവിച്ചറിയുന്നത് പോലെ എൻ്റെ കോണ്ടാക്റ്റിൽ വരുന്നവരും അതുപോലെയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന ദൈവകൃപ നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാഗ്യവാന്മാരാ. അങ്ങനെ ഇല്ലാത്തവർ ആ ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ സന്ദേശം ഇന്ന് നിങ്ങൾ കേൾപ്പാനിടയായത്. ഇത് മറന്നു പോകരുത്. വാട്ട് ഈസ് ക്രൈസ്റ്റ് ടു അസ്? ക്രിസ്തു നമുക്ക് എന്നാ? ഇത് നമ്മൾ മനസ്സിലാക്കണം. 2, ക്രിസ്തു നിങ്ങളിൽ ഉരുവായി വരണം. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു ഉരുവായി വരിക. എങ്കിലും അത് അതീവ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് ഒന്ന് ആവർത്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതാകുന്ന ആ പ്രത്യേക പദപ്രയോഗം മോർഫോ എന്ന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥമെന്നുള്ളത് ദ ആക്ട് ഓഫ് ഗിവിംഗ് ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് വൺസ് ഇന്നർ നേച്ചർ. ആന്തരിക സ്വഭാവത്തെ പുറമെ സമ്പൂർണമായും പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക അനുഭവം. എന്താണത്? നമുക്ക് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 3 മേഖലകൾ. 1 കൊരിന്ത്യർ 1:30 നമ്മൾ വായിക്കുന്നു, നാം ക്രിസ്തുവിൽ ആകുന്നു. 1 കൊരിന്ത്യർ 3:30. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. യു ആർ ഇൻ ക്രൈസ്റ്റ്. 2 കൊലോസ്യ ലേഖനം 1:27. കൊലോസ്യ ലേഖനം 1:27. നോക്കുക, 1 നാം അവനിലിരിക്കുന്നു, 2 മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ഇനിയും ഈ 2 അനുഭവവും അടിസ്ഥാനപരമാകുന്ന അനുഭവമാണെങ്കിൽ, ഇത് ഒരിക്കലായി സംഭവിച്ച അനുഭവമാണെങ്കിൽ, വീണ്ടും ജനനം എന്ന് ഇതിനു മറ്റ് ഭാഷയിൽ മറ്റു വാക്കിൽ അതിനെ വിളിക്കാമെങ്കിൽ, അടുത്ത അനുഭവത്തെ വേറൊരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാം, വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണം എന്ന വാക്കിന്റെ നിർവചനമാണ് ക്രിസ്തു നമ്മിൽ ഉരുവായി വരിക. പ്രിയമുള്ളവരെ, ക്രിസ്തു എങ്ങനെയാ ഒരു വ്യക്തി, എല്ലാവരും ശ്രദ്ധിക്കണേ, എങ്ങനെയാ ഉരുവായി വരുന്നത്? ഉരുവായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുക എന്ന അർത്ഥത്തിലല്ല. ഞാൻ വിശദീകരിക്കാം. ഉരുവായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ശില്പി ഒരു കല്ലെടുത്ത് അതിനെ കൊത്തി, അതിനെ ഉളി കൊണ്ട് ചിപ്പി അതിനെ കൊത്തി മിനുക്കാൻ തുടങ്ങും. ആദ്യം കാണുന്നവരൊരു കാട്ടുകല്ല കാണുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പം ഒരു രൂപം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പം മനോഹരമാകുന്ന ഒരു ശില്പമാകും അത്. ആ അർത്ഥമാണ് ഉരുവായി വരിക എന്ന് പറഞ്ഞാൽ. എങ്ങനെയാ ക്രിസ്തു നമ്മിൽ ഇങ്ങനെ ഉരുവായി വരുന്നത്? അതിന്റെ ഉത്തരം ദൈവത്തിന്റെ വചനം നൽകുന്നുണ്ട്. ഗലാത്യ ലേഖനം തന്നെ 4:6 വാക്യം ഒന്ന് വായിച്ചേ. 4:6. പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന വേറൊരു പേരെന്താ? എന്താ പേര്? സ്വപുത്രന്റെ ആത്മാവ്. അപ്പോൾ വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടതെങ്കിൽ
വിശ്വാസത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ക്രിസ്തു നമ്മിൽ ഉരുവായി വരിക എന്നുള്ളത്. കാരണം പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പേര് സ്വപുത്രന്റെ ആത്മാവ്. ആരുടെ ആത്മാവിനെയാണോ നമ്മിൽ തന്നേക്കുന്നത്, ആ ആത്മാവിന്റെ സ്വഭാവം നമുക്കുണ്ടാകാൻ തുടങ്ങുക എന്നുള്ളത് തികച്ചും യുക്തിസഹമാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആരുടെ ആത്മാവിനെയാ തന്നേക്കുന്നത്? സ്വപുത്രന്റെ ആത്മാവിനെയാണെങ്കിൽ പുത്രനെ പോലെയാകാൻ തുടങ്ങും. അത് മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിയ എന്ത്? വേദപുസ്തകം എടുത്തു വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 16:14. യോഹന്നാൻ 16:14. നോക്കുക, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എപ്പോഴും ക്രൈസ്റ്റ് സെന്റേർഡ് ആണ്. ശ്രദ്ധിക്കണേ, തെറ്റിപ്പോകരുതേ. ക്രിസ്തുവിനെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, അല്ലാതെ ഞാൻ പറയുന്നില്ല വേറെ ഒന്നിനെ കുറിച്ചുമല്ല. ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാ പരിശുദ്ധാത്മാവ് പറയുന്നത്. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ക്രിസ്തുവിന്റെ മഹിമ, ഈ കാര്യമാണ് എപ്പോഴും പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. The ministry of God's Spirit is always Christ-centered. ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ചെയ്യുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ പേര് സ്വപുത്രന്റെ ആത്മാവെന്നാണ്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 കൊരിന്ത്യർ 3:18. 2 കൊരിന്ത്യർ 3:18. നോക്കുക, ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമെന്നല്ല പറഞ്ഞേക്കുന്നത്, രൂപാന്തരപ്പെടുന്നു. അതേ പ്രതിമയായി. ആരുടെ പ്രതിമയായി? ക്രിസ്തുവിന്റെ പ്രതിമയായി രൂപാന്തരപ്പെടുവാനാണ് പരിശുദ്ധാത്മാവിനെ, സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നത്. അങ്ങനെയെങ്കിൽ ആത്മാവിനെ അനുസരിച്ചു നടപ്പീൻ, നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കത്തില്ല. അവിടെ പിന്നെ എന്റെ പ്രവൃത്തിയല്ല വിഷയം, ജഡമല്ല വിഷയം, എന്റെ താല്പര്യമല്ല വിഷയം, എന്റെ ഇച്ഛയല്ല വിഷയം, ക്രിസ്തുവിന്റെ ഇച്ഛയാണ് വിഷയം. കാരണം ആത്മാവിനെ ഞാൻ അനുസരിച്ച് നടക്കാൻ തുടങ്ങും. അപ്പൊ ക്രിസ്തു ഉരുവായി വരുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. അനുഗ്രഹീതനാകുന്ന, കർത്താവിന്റെ സന്നിധാനത്തിൽ വിശ്രമിക്കുന്ന FB മേയർ എന്ന് പറയുന്ന കർത്തൃഭൃത്യൻ ഈ വിഷയം വിശദീകരിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചെറിയ ഉദാഹരണം ഞാൻ വായിച്ചത്, അനേക നാളുകൾക്ക് മുൻപ് വായിച്ചത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കോഴിമുട്ട, ഞാൻ ഈ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എങ്കിലും വളരെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു കോഴിമുട്ട, അതിനകത്തൊരു ജീവനുണ്ട്. എന്നാൽ കുറച്ച് സമയം ആ കോഴിയുടെ കീഴിലിരുന്ന് അതിന് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി തിരിച്ചും മറിച്ചുമൊക്കെ അത് വെച്ച് ആ ചൂട് കിട്ടി കുറെ കഴിയുമ്പോൾ അതിനകത്തുള്ളതാകുന്ന ആ ദ്രാവക രൂപമെല്ലാം മാറിയിട്ട് കുറച്ച് കഴിയുമ്പം ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ താല്പര്യവും നമ്മുടെ
ജഡത്തിന്റെ ചിന്തകളാകുന്ന സകല താല്പര്യങ്ങളും ക്രമേണ കുറഞ്ഞിട്ട് അകത്തുള്ള ജീവൻ അതിനെ പിടിച്ചടക്കി ഈ പുറന്തോട് പൊട്ടിച്ച് വെളിയിൽ വരുന്ന ആ അനുഭവമാണ് ക്രിസ്തു നമ്മിൽ ഉരുവായി വരിക. എന്നാൽ ഇത് ഒരു ജീവിതകാലം മുഴുവൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളാരും പൂർണ്ണതയിലെത്തുകയില്ല. എന്നാൽ ഓരോ ദിവസവും കഴിയുമ്പോൾ അവിടുത്തെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി തീരുന്നതാണ് ക്രിസ്തു നമ്മിൽ ഉരുവാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം. പൗലോസ് പറയുകയാണ്, എന്നാൽ ദുരുപദേഷ്ടാക്കന്മാർക്ക് നിങ്ങളെക്കുറിച്ചുള്ള താല്പര്യം നിങ്ങൾ അവരുടെ കീഴിൽ ഇരിക്കണമെന്ന 17-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ അറിയാം. അതാ അവരുടെ താല്പര്യം. പക്ഷേ എൻ്റെ താല്പര്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എൻ്റെ കീഴിലിരിക്കണമെന്നും ഞാൻ വലിയ അപ്പോസ്തലനാണെന്ന് നിങ്ങൾ കരുതണമെന്നും അല്ല എൻ്റെ താല്പര്യം. എനിക്ക് ഒരു താല്പര്യമേ ഉള്ളൂ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കത് ദഹിച്ചില്ല. അതുകൊണ്ടാണ് താൻ പറയുന്നത്, സത്യം പറക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി തീർന്നു. എന്നാൽ ദൈവവചനത്തിന്റെ സത്യം മാത്രമേ നമ്മെ നിത്യതയിൽ എത്തിക്കത്തുള്ളൂ. കേൾക്കാൻ സുഖമുള്ള, നമുക്കിപ്പം സന്തോഷം തരുന്ന, നമ്മെ ഇപ്പോൾ ആനന്ദിപ്പിക്കുന്നതെല്ലാം ഈ ഭൂമിയിൽ ഇവിടെ വെച്ച് തീരും. എന്നാൽ നിത്യതയിൽ പോകണമോ, ദൈവത്തെ അനുസരിക്കണം. നിത്യതയിൽ പോകണമോ, ക്രിസ്തുവിനെ പോലെ നമ്മളായിത്തീരണം. അല്ലാതെ നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിൽ അനേക സാഹചര്യങ്ങൾ കർത്താവ് അനുവദിക്കും. അനേക സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അതൊന്നും അങ്ങനെ ഹല്ലേലൂയ യാദൃച്ഛികമായി സംഭവിച്ചതല്ല. പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ കരുതലില്ലാതെ, ദൈവത്തിന്റെ അറിവില്ലാതെ തലയിലെ മുടി പോലും പൊഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ, ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതിലേറ്റവും വലിയ ഉദ്ദേശം നമ്മൾ കർത്താവിനെ പോലെ അവിടുത്തെ സ്വഭാവത്തിന് അനുരൂപരാകുക എന്നുള്ളതാണ്. ക്രിസ്തു നമ്മിൽ ഉരുവാകണം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മിൽ ഉരുവാകുകയും നമ്മുടെ ചുറ്റുപാടുകളുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മെ പോലെ ആകുകയും ചെയ്യണമെന്ന് ആഗ്രഹിപ്പാൻ കഴിയുന്ന അനുഗ്രഹീതമാകുന്ന ആ ക്രിസ്തീയ ജീവിതം ദൈവം തന്റെ കൃപയാൽ, തന്റെ പരിശുദ്ധാത്മാവിനാൽ, വിശ്വാസത്താൽ നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കാം. അതിനായി താല്പര്യപ്പെടാം, അതിനായി പ്രാർത്ഥിക്കാം. ദൈവമക്കളിൽ ഒരാൾക്ക്, സഹോദരന്മാരിൽ ഒരാൾക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും, നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ലോകമ്പോടുള്ള സകല വിശുദ്ധന്മാരോടുകൂടിയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. സ്തോത്രം. ദൈവം